ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5th സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ക്ലോതിങ് ത്രൂ ദ ഏജസ് ആണ്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, ചെറിയൊരു ചാപ്റ്റർ കൂടെയാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ക്ലോതിങ് ത്രൂ ദ ഏജസ്, അതായത് വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ അഥവാ വസ്ത്രത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 4 പിക്ചേഴ്സ് കാണാം. ഒരു കുഞ്ഞുവാവ ഒരു പഞ്ഞിക്കിടക്കയിൽ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഒരു തത്തമ്മയെ കാണാം, പിന്നെ ഒരു ആടിനെ കാണാം, പിന്നെ ഒരു ടോട്ടോയിസിനെ കാണാം, ആമയെ കാണാം അല്ലേ? ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഹൗ ദീസ് ലിവിങ് ബീങ്സ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബെയറബിൾ കോൾഡ് എറ്റ്സെട്ര. അപ്പോൾ ഈ ജീവജാലങ്ങൾ വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, ഈ വക സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ആനിമൽസിലുള്ള ഷെൽസ്, പിന്നെ ഈ ആമയുടെ തോട് അഥവാ ഫെതേഴ്സ് ഓഫ് പാരറ്റ്, അതായത് തത്തയുടെ തൂവലുകൾ, ഗോട്ടിൻ്റെ രോമം, ഫർ ഓഫ് ഗോട്ട്, ഇതൊക്കെ എന്താണ് കൊടുക്കുന്നത്? പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? അൺഫേവറബിൾ കണ്ടീഷൻസ് അഥവാ അൺബെയറബിൾ കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് അല്ലേ? നമ്മൾ വസ്ത്രം ധരിക്കുന്ന പോലെ തന്നെ തത്തയ്ക്ക് തൂവലുണ്ട്, ഗോട്ടിന് ഫർ അഥവാ രോമമുണ്ട്, ആമയ്ക്ക് തോടുണ്ട് അഥവാ എന്താ നമ്മൾ പറയുക? ഷെൽ. ഓക്കെ. Fur of goat, feathers of parrot, and tortoise shell provide protection like a clothing in unfavorable weather conditions. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Have you ever thought about the way in which humans faced such situations? അപ്പോൾ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ദ ക്ലോതിങ് നീഡഡ് ഫോർ ഹ്യൂമൻസ് ഹാഡ് ടു ബി ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ദ നേച്ചർ. മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു ആ ഒരു ടൈമിൽ അല്ലേ? നിങ്ങൾ പഴയ പിക്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ സ്കിന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ സമയത്ത് ക്ലോത്ത്സ് ആയിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുക? ക്ലോത്ത്സ് വർ മെയ്ഡ് ഫ്രം ആനിമൽ സ്കിൻ, ട്രീ ബാർക്ക്, ബിഗ് ലീവ്സ് എറ്റ്സെട്ര. അതായത് മൃഗത്തിൻ്റെ തോല്, പിന്നെ മരത്തിൻ്റെ തോട്, ട്രീ ബാർക്ക്, പിന്നെ ബിഗ് ലീവ്സ്, വലിയ വലിയ ഇലകൾ അല്ലെങ്കിൽ കുഞ്ഞു ഇലകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഫൈബേഴ്സ് ഫ്രം പ്ലാന്റ്സ് വർ യൂസ്ഡ് ടു മേക്ക് ആൻഡ് സ്റ്റിച്ച് ക്ലോത്ത്സ്. അപ്പോൾ ഈ ചെടികളിൽ നിന്ന് വരുന്ന നാര് അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുന്നി വെക്കാനും, അതായത് ഒരു കുഞ്ഞി കമ്പ് എടുത്തിട്ട് അവർക്കത് ഫൈബേഴ്സ് വെച്ചിട്ട്, അതായത് ഈ നാര് വെച്ചിട്ട് ഓരോ ഇലകളെ കൂട്ടിച്ചേർത്തിട്ട് വസ്ത്രം ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ. അടുത്ത എന്താണ്? വാട്ട് ടൈപ്സ് ഓഫ് ക്ലോതിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്നത്തെ കാലത്ത് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വസ്ത്രങ്ങളാണ് ഇടാറുള്ളത്? എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? അതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഹൗ ഡസ് ക്ലോതിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? വസ്ത്രം നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഏത് രീതിയിലാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്. ഒന്ന്, തണുപ്പിൽ നിന്ന് സംരക്ഷണം. രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ചൂടിൽ നിന്ന് സംരക്ഷണം. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിലെ ചൂട് നിലനിർത്താൻ. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, പ്രാണികളിൽ നിന്ന് സംരക്ഷണം. പ്രൊട്ടക്ഷൻ ഫ്രം പൊല്യൂഷൻ, നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന മോശം വായു അഥവാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഫ്രം ബാക്ടീരിയ ആൻഡ് ജേംസ്, നമ്മൾ എവേ ഫ്രം ഡിസീസസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. ബാക്ടീരിയ, ജേംസ് എന്നിവയൊക്കെ നമ്മുടെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ ക്ലോത്ത്സ് നല്ലപോലെ കവർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ, ജേംസ് ഒന്നും അങ്ങനെ നമ്മുടെ സ്കിന്നുമായിട്ട് ടച്ച് ആവില്ല. ദ ക്ലോതിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. പണ്ട് നീണ്ടു പോകുന്നൊരു ചരിത്രമുണ്ട്. ലെറ്റ്സ് സീ ഹൗ വി അറൈവ്ഡ് അറ്റ് ദ ഡിസൈൻ ഓഫ് ദ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ക്ലോതിങ് ദറ്റ് വി യൂസ് ടുഡേ. ഇന്ന് ഉപയോഗിക്കുന്ന ഈ വ്യത്യസ്തമായ വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് as ക്ലോതിങ്? ഏതൊക്കെ വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഒന്ന്, ബാർക്ക് ഓഫ് ട്രീസ്, അതായത് മരത്തിൻ്റെ തോലുകൊണ്ട്. പിന്നെന്താ? ലീവ്സ് അല്ലേ, ഇലകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം കാണാം. പിന്നെന്താ? ആനിമൽ സ്കിൻ അഥവാ ഹൈഡ് എന്നൂടെ പറയും
ആനിമൽ സ്കിൻ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രവും നമുക്ക് കാണാൻ സാധിക്കും. Humans use the materials they got from their surroundings as clothing when they lived by hunting. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. They used grass, barks of trees and hide animal skin for making clothes. അപ്പോൾ ആ സമയത്ത് അവർ പുല്ല്, ഇലകൾ, മരത്തിൻ്റെ തോൽ അഥവാ മരവൂരി എന്നുകൂടെ പറയും, പിന്നെ മൃഗങ്ങളുടെ തോൽ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്തൊക്കെയാണ്? ഗ്രാസ്, ബാർക്ക് ഓഫ് ട്രീസ്, ഹൈഡ് അഥവാ ആനിമൽ സ്കിൻ. ഹോൺ ആൻഡ് ബോൺ ഓഫ് ആനിമൽസ് വർ യൂസ്ഡ് as needles and tools to make the clothes. അപ്പോൾ ഹോൺ എന്ന് വെച്ചാൽ എന്താണ്? കൊമ്പ്. ബോൺ എന്ന് വെച്ചാൽ എല്ല്. അപ്പോൾ ഹോണും ബോണും, മൃഗങ്ങളുടെ കൊമ്പും എല്ലും ഒക്കെ ഇവരെന്തായിട്ട് ഉപയോഗിക്കുകയായിരുന്നു? സൂചികളായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. During the period when polished stones were used as weapons, stone needles helped to sew clothes. അപ്പോൾ മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ തന്നെ വസ്ത്രങ്ങൾ തുന്നുന്നതിനായിട്ട് ഇവര് സ്റ്റോൺ നീഡിൽസ്, അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ സൂചി കൂടെ ഉപയോഗിക്കുമായിരുന്നു തുന്നാൻ വേണ്ടിയിട്ട്. They also made clothes by cleaning and softening animal skin and fur. പിന്നെ മൃഗങ്ങളുടെ തോല്, രോമം എന്നിവയൊക്കെ വൃത്തിയാക്കി അതിനെ സോഫ്റ്റ് ആക്കി എടുക്കും. ഓക്കെ, മയപ്പെടുത്തിയെടുത്തതിന് ശേഷം അവരതിനെ വസ്ത്രമാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, the making of clothes by early humans was not like that of today. What could be the reason? പണ്ട് കാലത്ത് വസ്ത്രനിർമ്മാണം ഇന്നത്തെ ഇതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കാം കാരണം? അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പണ്ട് കാലത്ത്, അതായത് ഹ്യൂമൻസ് ഡിഡ് നോട്ട് ഹാവ് മെഷീൻസ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് നീഡിൽ ആൻഡ് ത്രെഡ് അറ്റ് ദറ്റ് ടൈം. ആ ഒരു സമയത്ത് തയ്യൽ മെഷീനോ അഥവാ ഇപ്പോഴത്തെ കാണുന്ന പോലത്തെ സൂചി നൂലോ ഒന്നും ലഭ്യമായിരുന്നില്ല. There were no different stitching techniques either. അതായത് നമുക്കിപ്പോൾ വെവ്വേറെ രീതിയിൽ തുന്നാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മെഷീനൊക്കെ എടുത്ത് നോക്കി നമുക്ക് പല രീതിയിൽ തുന്നിയെടുക്കാൻ പറ്റും. അതുപോലത്തെ ടെക്നിക്ക് ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായിരുന്നു ആ കാലത്ത് വസ്ത്രങ്ങൾ തുന്നി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ സമയത്ത് ഇങ്ങനെ കോട്ടൺ, റയോൺ ഇങ്ങനത്തെ ക്ലോത്ത്സോ ഫാബ്രിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതാണ് ടുവേർഡ്സ് വീവിങ്. വീവിങ് എന്ന് വെച്ചാൽ നെയ്ത്ത്. In the early days, fibers collected from the surroundings were used for making clothes. ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫൈബേഴ്സ് അഥവാ നാരുകൾ. ഫൈബേഴ്സ് were combined and spun to make long yarns. Weaving is the technique of making clothes with these yarns. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ചിട്ട് നീളമുള്ള നൂലുകളാക്കി മാറ്റും. ഈ ഒരു നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന ഒരു വിദ്യനെയാണ് നമ്മൾ നെയ്ത്ത് വിദ്യ എന്ന് പറയുന്നത്. അതായത് നാരുകൾ എടുക്കുക, എന്നിട്ട് അതിനെ പിരിക്കുക. സ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് വെച്ച് പിരിച്ചെടുത്തിട്ട് നീളമുള്ള നൂലുകളാക്കി മാറ്റും, അതായത് ലോങ് യാൻസ് ആക്കി മാറ്റും. വീവിംഗ് ഇസ് ദ ടെക്നിക് ഓഫ് മേക്കിംഗ് ക്ലോത്ത് വിത്ത് ദീസ് യാൻസ്. ഇതുപോലെയുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്ത്? വീവിംഗ് അഥവാ നെയ്ത്ത്. ഓക്കെ, clothing in the Indus Valley. The Indus Valley was an ancient river valley civilization that existed in northwestern part of India. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. From the available evidences, it is assumed that the people of Indus Valley made clothing from cotton and wool. അപ്പോൾ ആ സമയത്ത് ലഭ്യമായ കുറച്ച് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് ഈ ഒരു കോട്ടൺ, വൂൾ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ വസ്ത്രം ഉണ്ടാക്കി ധരിച്ചിട്ടുണ്ടായിരുന്നു. The dress statues excavated from there reflect the clothing style of the people. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന കുപ്പായം ഇട്ടിരുന്ന കുറച്ച് പ്രതിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയേ? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. It is believed that cotton was traded from here to other regions. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് ദേശങ്ങളിലേക്ക് കോട്ടൺ ഇവിടെ നിന്നാണ് കൊണ്ടുപോയിരുന്നത് എന്ന് കരുതുന്നതും കൂടിയുണ്ട്. ഓക്കെ, ഇത് എക്സ്ട്രാ റീഡിംഗ് ആണ്. ഇനി നമുക്ക് വീണ്ടും ചാപ്റ്ററിലോട്ട് പോവാം. ഗ്രാജുവലി ദ ടെക്നിക് ഓഫ് വീവിംഗ് became more developed. അപ്പോൾ കാലക്രമേണ ഈ നെയ്ത്തെടുക്കുന്ന ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു വിദ്യ കൂടുതൽ ഡെവലപ്പായി, അതായത് വികസിക്കുകയുണ്ടായി.
In the early days, clothes were made by hands using yarns from cotton and jute. അപ്പോൾ ആദ്യകാലത്ത് കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നും ഒക്കെയാണ് ആം, നൂല് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? മെയ്ഡ് ബൈ ഹാൻഡ്സ്, കൈ വെച്ചിട്ടാണ് ഈ കോട്ടണും ജൂട്ടൊക്കെ വെച്ചിട്ട് സോറി കോട്ടൺ ആൻഡ് ജൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ നൂല് ഉണ്ടാക്കിയിരുന്നത്. കൈ വെച്ചിട്ടാണ് ഈ യാൺസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്, നൂലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. They realized that clothes woven from yarns were better than animal skin. അപ്പോൾ ഇവർക്ക് എന്താണ് മനസ്സിലാവുന്നത്? മൃഗങ്ങളുടെ തോലിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ നൂല് കൊണ്ട് നെയ്തെടുക്കുന്ന തുണികൾ. അത് ധരിക്കുമ്പോൾ കുറച്ചുകൂടെ സുഖം ഉണ്ടെന്ന് അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവും. This led to the spread of woven clothes. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് എന്താണ്? നമ്മുടെ ഈ വസ്ത്രങ്ങൾ വളരെ സ്പ്രെഡായി. ഈ വസ്ത്രങ്ങളെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങി, അത് വ്യാപിക്കാൻ തുടങ്ങി. ഇങ്ങനെ നെയ്ത്ത് നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാം, അത് ധരിക്കാൻ നല്ല സുഖമാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. The method of making cloth using wooden looms was developed later. അപ്പോൾ മരം കൊണ്ട്, അതായത് വുഡൻ ലൂംസ്, മരം കൊണ്ട് നിർമ്മിച്ച ലൂംസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്, ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നൂല് വെച്ചിട്ട് അവർ നെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതിന് മലയാളത്തിൽ നമ്മൾ തറികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തൊരു സാധനമാണ് വുഡൻ ലൂംസ്, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ഈ ക്ലോത്ത്സ് ഉണ്ടാക്കാനുള്ള വുഡൻ ലൂംസ് പിന്നെയാണ് ഇവർ ഉണ്ടാക്കി വരുന്നത്. അതായത് ആദ്യമൊക്കെ കൈകൊണ്ടായിരുന്നു ഈ നൂലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഈ വുഡൻ ലൂംസ് ഒക്കെ വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ദ ഇൻക്രീസ് ഇൻ ദ നീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെന്റ്. അപ്പം മനുഷ്യരുടെ വസ്ത്രത്തിന്റെ ആവശ്യം വർദ്ധിച്ചു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ വീവ് ചെയ്യാനുള്ള, നെയ്ത്ത് ചെയ്യാനുള്ള ഉപകരണങ്ങളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അതായത് കൈകൊണ്ട് എത്രയെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കുറേ മനുഷ്യന്മാരും ഉണ്ട്, പക്ഷെ എല്ലാവരും ഒന്നും നെയ്ത്ത് ചെയ്യുന്നുമില്ല, എല്ലാവർക്കും ഉള്ള വസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? വീവ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, അതായത് ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ദിസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിങ്. അപ്പോൾ ഒരു മെഷീൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തുണി അലക്കുന്നതാണോ മെഷീനിലിട്ട് അലക്കുന്നതാണോ എളുപ്പം? അപ്പോൾ മെഷീനിലിട്ട് അലക്കുമ്പോൾ സ്പീഡോടെ ചെയ്യും, പിന്നെ പെട്ടെന്ന് അലക്കി കിട്ടും, കുറേ തുണികൾ ഒരുമിച്ച് അലക്കി കിട്ടും. കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും, ഓരോന്നായി അലക്കി വരുമ്പോൾ ടൈം എടുക്കും അല്ലേ. അതല്ലേ ഒരു കൈകൊണ്ട് ചെയ്യുന്നതും ഒരു മെഷീൻ വരുമ്പോഴുള്ള വ്യത്യാസം. അതുപോലെ തന്നെ കൈകൊണ്ട് നൂലുണ്ടാക്കുന്നതും ഈ ഒരു വുഡൻ ലൂം ഉപയോഗിച്ച് നെയ്ത്ത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം എന്താണ്? സ്പീഡ് ഇൻക്രീസായി. നടന്നു പോകുന്നതും വണ്ടി പോകുന്നതും അതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്യുന്നതും ലൂം ഉപയോഗിച്ച് ചെയ്യുന്നതും. ഹാൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് വൂവൺ ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൺസ്. അപ്പം നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് നമ്മൾ കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. കൈത്തറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാൻഡ്ലൂം. ഓക്കെ, അപ്പം എന്താണ്? നൂലുപയോഗിച്ചിട്ട് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് നമ്മൾ കൈത്തറി തുണികൾ അഥവാ ഹാൻഡ്ലൂം ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തെ അത് ഹാൻഡ്ലൂമിൻ്റെ പിക്ചർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വരയ്ക്കാൻ ശ്രമിച്ച സാധനമാണിത്, ഈ ഒരു പിക്ചർ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം എനോളി സ്പിന്നിങ് മെഷീൻ, പണ്ട് കാലത്തുള്ള ഒരു സ്പിന്നിങ് മെഷീൻ, അതായത് നൂല് ഉണ്ടാക്കുന്ന യന്ത്രമാണിത്. പിന്നെ ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ കൈത്തറി. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. അപ്പോൾ ഈ ഹാൻഡ്ലൂമിൻ്റെ അഥവാ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയൊരു സംഭവം തന്നെയായിരുന്നു, ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. ക്ലോത്ത്സ് were colored with a dye made from indigo plant. പിന്നെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഡിഗോ ചെടിയിൽ നിന്ന് നീല നിറം കിട്ടും, ആ ചായം കൊണ്ട് ഇവർ വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ തുടങ്ങി. ആ ഒരു ബ്ലൂ കളർ ഡൈ ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്ലോത്ത്സിന് കളേഴ്സ് കൊടുക്കാൻ തുടങ്ങി. ദ ടെക്നിക് ഓഫ് വീവിംഗ് became more popular over the years. അപ്പോൾ കാലക്രമേണ ഈ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങി, പോപ്പുലർ ആയി തുടങ്ങി. താഴെ കൊടുത്തിരിക്കുന്നതാണ് കോട്ടൺ. നമുക്കൊക്കെ അറിയുന്ന ഒരു സാധനമാണ് പരുത്തി അഥവാ നമ്മൾ പഞ്ഞി എന്നൊക്കെ പറയും. കോട്ടൺ ഇസ് യൂസ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ലോകത്തിന് മുഴുവൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കോട്ടൺ അല്ലേ. കോട്ടൺ ഒബ്റ്റെയിൻ ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു യാൺസ് ആൻഡ് യൂസ് ടു മേക്ക് ക്ലോത്തിങ്. അപ്പോൾ നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഈ കോട്ടൺ എവിടെ നിന്നാണ് വരുന്നത്? കോട്ടൺ ചെടിയിൽ നിന്ന്, കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. ഈ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനം എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ സ്പിൻ ചെയ്ത് നൂലാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട്
അത് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കും. കോട്ടൺ ഹാസ് ബിൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ആൻഷ്യൻ ടൈം. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ ഈ കോട്ടൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് ജൂട്ട്. ജൂട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്. അപ്പോൾ കോട്ടൺ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ജൂട്ടിന് മലയാളത്തിൽ ചണം എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂട്ട് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ജൂട്ട് കിട്ടുന്നത്. ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫൈബർ. അപ്പോൾ ഇത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരു നാരാണ്. ഓക്കെ. Most of the world's jute cultivation is on the fertile banks of the river Ganges in India. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂട്ട് കൃഷി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഗംഗ നദിയുടെ തീരത്താണ്. Large quantities of jute were taken from India by foreigners for the textile industry. അപ്പോൾ ഈ ഒരു തുണിയുടെ വ്യവസായത്തിനായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ ജൂട്ട് വിദേശികൾ കൊണ്ടുപോയിരുന്നു. ഓക്കെ. അടുത്തെന്താ? ഇൻഡിഗോ. In the early days, a dye made from the indigo plant was used to color clothes. അപ്പോൾ ആദ്യ കാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ എന്ന് വെച്ചാൽ ഒരു കളറാണ്. ഓക്കെ. അപ്പോൾ ഒരു നീല കളർ, ഈ ഒരു കളർ തന്നെയാണ് നമ്മൾ ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് ഈ ബ്ലൂ കളർ കിട്ടുന്നത്, അഥവാ ഇൻഡിഗോ കളർ കിട്ടുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു? ക്ലോത്ത്സ് ഡൈ ചെയ്തെടുക്കുമായിരുന്നു. ലേറ്റർ വേരിയസ് പിഗ്മെന്റ്സ് മിക്സ്ഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെ ഈ ഒരു ഇൻഡിഗോ കളറിൽ വേറെ വേറെ കൂട്ടുകൾ ചേർത്ത് ഇവർ വേറെ വേറെ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഓക്കെ. ദർ ആർ മെനി ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഇൻ കേരള ടു. അപ്പോൾ നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, കൂതാമ്പുള്ളി ഇൻ തൃശ്ശൂർ ആൻഡ് കണ്ണൂർ ആർ മേജർ ഹാൻഡ്ലൂം സെൻറ്റേഴ്സ്. അപ്പോൾ കേരളത്തിലെ മേജർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹാൻഡ്ലൂം ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, രണ്ടാമത്തേത് തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി, പിന്നെ കണ്ണൂർ എന്ന ഡിസ്ട്രിക്റ്റ്. ഓക്കെ. പ്രത്യേകിച്ച് സ്ഥലത്ത് പറഞ്ഞിട്ടില്ല, കണ്ണൂരിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ കസവ് സാരിയൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ എന്താണ്? ഹാൻഡ്ലൂം ക്ലോത്തിങ് ആണ്. ഈ മുണ്ട്, കസവ് സാരി, ഇതൊക്കെ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ആണ്. The progress in science has led to the invention of new machines in the field of cloth manufacturing. അപ്പോൾ ശാസ്ത്രത്തിൽ, അതായത് സയൻസിൽ പുരോഗതി വന്നതോടുകൂടെ വസ്ത്രനിർമ്മാണ രംഗത്ത് കൂടെ പുതിയ പുതിയ ടെക്നിക്സ് ആൻഡ് മെഷീൻസ് ഒക്കെ വരാൻ തുടങ്ങി. ദ സ്പിന്നിങ് ജെന്നി സീൻ ഇൻ ദ പിക്ചർ ഇസ് വൺ സച്ച് മെഷീൻ. അപ്പോൾ ഈ പുതിയതായി വന്നൊരു മെഷീനാണ് സ്പിന്നിങ് ജെന്നി. പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. ദ സ്പിന്നിങ് ജെന്നി വാസ് ഇൻവെന്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ്. അപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത്. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. The handmade yarn production was not enough to meet the demand of the textile industry at that time. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വസ്ത്രത്തിൻ്റെ ബിസിനസ്സിനായിട്ട് ആവശ്യമായ വസ്ത്രങ്ങളൊന്നും ഈ മനുഷ്യന്മാർക്ക് കൈകൊണ്ടൊന്നും ഉണ്ടാക്കി തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളെന്ന് വിചാരിച്ചു ഒരു മെഷീൻ ഉണ്ടാക്കിയെല്ലാം പെട്ടെന്ന് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് സ്പിന്നിങ് ജെന്നി വരുന്നത്. The invention of the spinning jenny accelerated the production of yarn. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം ഈ ഒരു നൂലിൻ്റെ ഉൽപാദനം വളരെ വേഗത്തിലാക്കി. ആക്സലറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്പീഡ് കൂടുക. ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. പിന്നെ എന്താണ്? ജനത്തിൻ്റെ വർധനവ്, അതായത് ജനസംഖ്യയിലെ വർധനവ്. ആൾക്കാർ കൂടി വരുന്നതോറും വസ്ത്രത്തിൻ്റെ ആവശ്യകതയും വർദ്ധിക്കാൻ തുടങ്ങി, ഡിമാൻഡ് കൂടി തുടങ്ങി. ന്യൂ മെഷീൻസ് ബിക്കെയിം എ പാർട്ട് ഓഫ് വീവിങ്. പുതിയ യന്ത്രങ്ങളൊക്കെ ഈ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി മാറാൻ തുടങ്ങി. ഇറ്റ് റിഡ്യൂസ് ദ ഹ്യൂമൻ എഫേർട്ട്. അപ്പം മനുഷ്യന്മാരിടേണ്ട ഒരു പ്രയത്നം വളരെ കുറവായി തുടങ്ങി. കാരണം മെഷീനാണ് മോസ്റ്റ് ആയിട്ടുള്ള പണികളും ചെയ്യുന്നത്. മനുഷ്യന്മാർ പണിയെടുക്കുന്നത് കുറച്ച് കുറഞ്ഞു തുടങ്ങി. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ പവർലൂം. പിന്നെ നമ്മൾ കൈത്തറീനെ കുറിച്ച് പഠിച്ചു, അഥവാ ഹാൻഡ്ലൂം. ഈ ഒരു ഹാൻഡ്ലൂമിൻ്റെ സ്ഥലത്ത് എന്താണ് വന്നത്? പവർലൂം. പവർലൂം എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഹാൻഡ്ലൂമിൽ കണ്ടപ്പോൾ ഒരു ആള് നിന്നിട്ട് അത് പ്രവർത്തിപ്പിക്കണം അല്ലേ. ഇപ്പം പവർലൂം വന്നതോടുകൂടെ എന്താണ്? നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എനർജി മതി, അതായത് ഒരു മനുഷ്യൻ്റെ ആവശ്യമേ ഇല്ല. പവർലൂം വാസ് ഇൻവെന്റഡ് ബൈ എഡ്മണ്ട് കാർട്ട്റൈറ്റ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് ഈ ഒരു പവർലൂം കണ്ടുപിടിക്കുന്നത്. The power loom is operated either with the help of electricity or some other energy source. അതായത് ഒന്നുകിൽ വൈദ്യുതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി സോഴ്സിൻ്റെയോ സഹായത്തിൽ നിന്നാണ് പവർ ലൂം പ്രവർത്തിപ്പിക്കുന്നത്. A power loom can produce more cloth much faster than a hand loom. അപ്പോൾ ഒരു ഹാൻഡ് ലൂം ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിലും കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ ഒരു പവർ ലൂമിന് സാധിക്കും.
Mechanized cloth manufacturing. Okay. The Europeans traveled to different parts of the world in search of markets to sell the clothes produced as a result of mechanization. അപ്പോൾ ഈ മെക്കനൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാം മെഷീൻസ്, അതായത് ആൾക്കാരെ മാറ്റിയിട്ട് മെഷീൻസ് വരുത്തുക. ആൾക്കാർ ചെയ്യുന്ന പണിയൊക്കെ മെഷീൻസ് ചെയ്യുന്നൊരു അവസ്ഥ. അതിന് നമ്മൾ എന്ത് പറയും? യന്ത്രവൽക്കരണം അഥവാ മെക്കനൈസേഷൻ. ഈ ഒരു മെക്കനൈസേഷൻ്റെ ഫലമായിട്ട് കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ എന്താണ് സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ തേടിയിട്ട് യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ദേ റീച്ച് ഇന്ത്യ ഓൾസോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ ഇന്ത്യയിലും എത്തിപ്പെട്ടു. ദേ ടൂക്ക് ദ റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്. അപ്പോൾ ഈ ഒരു തുണി വ്യവസായത്തിന്, അതായത് തുണിയുടെ ട്രേഡ് അഥവാ ബിസിനസ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ? നൂല്, തുണി, ഇതൊക്കെ റോ മെറ്റീരിയൽസ് ആണ് അല്ലേ? ഇതൊക്കെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ക്ലോത്ത്സ് ദേ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് വർ സോൾഡ് ഇൻ ഇന്ത്യ. അപ്പോൾ അവിടെ യന്ത്രങ്ങളുടെ സഹായത്തോടെ അവർ ക്ലോത്ത്സ് ഉണ്ടാക്കും, എന്നിട്ടത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഓക്കെ. ദ യൂറോപ്യൻസ്. യൂറോപ്പ് ഇസ് വൺ ഓഫ് ദ 7 continents. അപ്പം നമുക്കറിയാം അല്ലേ, ഭൂമിയിൽ 7 continents ആണുള്ളത്, അതിലൊന്നാണ് യൂറോപ്പ്. ദ പീപ്പിൾ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് ആർ കോൾഡ് യൂറോപ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആൾക്കാരെ ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെ യൂറോപ്പ് എന്ന കോണ്ടിനെൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ യൂറോപ്യൻസ് എന്ന് വിളിക്കും. ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിൽ നമ്മൾ ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ ഏഷ്യൻസ് ആണല്ലേ. അതുപോലെ യൂറോപ്പിൽ ജീവിക്കുന്നവരെ യൂറോപ്യൻസ് എന്ന് വിളിക്കും. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫ്രം യൂറോപ്പ് ടു ട്രേഡ്. അപ്പോൾ പോർച്ചുഗലിൽ ജീവിക്കുന്ന ആളെ പോർച്ചുഗീസ് എന്ന് വിളിക്കും. നെതർലാൻഡ് എന്ന രാജ്യത്ത് ജീവിക്കുന്നവരെ ഡച്ച് എന്ന് വിളിക്കും. ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവരെ ഇംഗ്ലീഷ് എന്ന് വിളിക്കും. ഫ്രാൻസിൽ ജീവിക്കുന്നവരെ ഫ്രഞ്ച് എന്ന് വിളിക്കും. ഇവരൊക്കെ എവിടത്തോട്ട് വന്നു? ഇന്ത്യയിലോട്ട് വന്നു. ഓക്കെ. ദേ കോളനൈസ്ഡ് ഇന്ത്യ ആൻഡ് ടുക്ക് ദ റോ മെറ്റീരിയൽസ് ഫ്രം ഹിയർ ടു ദെയർ ലാൻഡ്സ്. എന്നിട്ട് ഇവർ ഇന്ത്യനെ കോളനി ആക്കിയിട്ട് ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അമംഗ് ദം ദ ഇംഗ്ലീഷ് കോളനൈസ്ഡ് ഇന്ത്യ ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനി ആക്കി വെച്ചിരുന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. അതായത് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ടീമാണ്. ഓക്കെ. The changes in the society also had a significant impact on the cloth manufacturing. അപ്പോൾ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തിന് കാര്യമായിട്ട് സ്വാധീനിച്ചിരുന്നു. The increase in demand for clothing led to the development of more advanced weaving machines. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോത്ത്സിൻ്റെ ആവശ്യകത കൂടി, അതായത് ഡിമാൻഡ് കൂട്ടി അല്ലേ. അപ്പോൾ ഇവർക്ക് എന്താണ്, ഇതുവരെ കണ്ടുപിടിച്ച മെഷീനൊന്നും മതിയാവുന്നില്ല, പുതിയ പുതിയ മെഷീൻസ് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദിപ്പിക്കുന്നതും വർദ്ധിച്ചു. ഇവരുണ്ടാക്കുന്ന എണ്ണം കൂടാൻ തുടങ്ങി. ക്ലോത്ത്സ് വിത്ത് ബെറ്റർ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി റീച്ച്ഡ് മോർ പീപ്പിൾ. അപ്പോൾ നല്ല ഗുണമുള്ളതും വളരെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത്സും ആൾക്കാരിലോട്ട് എത്തിപ്പെടാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗാൻ ടു ബി യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. അപ്പോൾ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, അതായത് കൃത്രിമമായ ചായങ്ങൾ ഉപയോഗിക്കാനും സ്റ്റാർട്ട് ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന നമുക്ക് പിക്ചേഴ്സ് കാണാം. വളരെ കളർഫുള്ളും വേരിയസ് വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് കാണാൻ പറ്റും. The color varieties found in most of our clothing we use today were made by mixing these types of dyes. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മിക്ക വസ്ത്രങ്ങളിലും കാണുന്ന ഈ ഒരു കളേഴ്സ് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ചായങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. Notice the qualitative changes that took place in the textile field when the machines began to be used for manufacturing clothes. അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഈ ഒരു രംഗത്തുണ്ടായ കുറച്ച് മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചു, അതായത് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളുടെ എണ്ണം കൂടി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ. മനുഷ്യരുടെ അധ്വാനം കുറയാൻ തുടങ്ങി. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. വസ്ത്രങ്ങളിലെ വൈവിധ്യം, അതായത് വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ക്വാളിറ്റി ഓഫ് ക്ലോത്തിങ്. ക്ലോത്ത്സിൻ്റെ ഗുണം കൂടി, ക്വാളിറ്റി കൂടി. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്. വസ്ത്രങ്ങളുടെ വ്യാപനം, അതായത് ഒരു രാജ്യത്തെ വസ്ത്രങ്ങൾ മറ്റു രാജ്യത്തോട്ട് വ്യാപിക്കാൻ തുടങ്ങി. പ്രൊഡക്ഷൻ സ്പീഡ് കൂടിയല്ലേ, നമ്മൾ പറഞ്ഞു യന്ത്രത്തോണ്ട് ഉണ്ടാക്കുമ്പോൾ സ്പീഡും കൂടാൻ തുടങ്ങി. മെല്ലെ മെല്ലെ എല്ലാം വേഗത്തിൽ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ലേബർ കോസ്റ്റ് റെഡ്യൂസ്ഡ്. അതായത് ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ ഈ ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ വേണം, അവർക്കൊക്കെ പൈസ കൊടുക്കണം. ഇപ്പോൾ മെഷീനാകുമ്പോൾ ആൾക്കാരൊന്നും വേണ്ട, അവർക്ക് കൊടുക്കേണ്ട പൈസയും കുറഞ്ഞു തുടങ്ങി.
ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ യൂസ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ്. അപ്പം വസ്ത്രനിർമ്മാണത്തിന് നാച്ചുറൽ ആയിട്ടുള്ള നാരുകളും സിന്തറ്റിക് അതായത് കൃത്രിമമായ നാരുകളും ഉപയോഗിക്കും. നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്. നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ ഉണ്ടാവുന്നത്, സിന്തറ്റിക് എന്ന് വെച്ചാൽ മാൻമെയ്ഡ് അഥവാ മനുഷ്യന്മാരുണ്ടാക്കുന്നത്. നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളിൽ നിന്നുമാണ് ഈ നാച്ചുറൽ ഫൈബേഴ്സ്, അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ തന്നെ അത് ആനിമൽസിലൂടെയും പ്ലാന്റ്സിലൂടെയും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ക്വാളിറ്റീസ്. പക്ഷേ എന്താണ് ഒരു പ്രത്യേകത? അതായത് ഈ സിന്തറ്റിക് അഥവാ മാൻമെയ്ഡ് അല്ലെങ്കിൽ കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം നമ്മുടെ ക്ലോത്ത്സിന് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ്, അതായത് നമുക്ക് ടെക്സ്ചർ എന്ന് വെച്ചാൽ നമ്മൾ തൊടുമ്പോൾ നമുക്ക് ഓരോ ഫീലാണ് അല്ലേ. കോട്ടൺ തൊടുമ്പോൾ വേറെ ഫീലാണ്, പോളിയസ്റ്റർ തൊടുമ്പം സിൽക്ക് തൊടുമ്പോൾ നമുക്ക് വേറെ വേറെ ഫീല് വരും. അതിനാണ് നമ്മൾ ടെക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഗുണവും മാറ്റാൻ തുടങ്ങി. അതായത് മനുഷ്യന്മാരുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ, ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള നല്ല ക്വാളിറ്റിയോടെ കൂടെ നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ പറ്റും. ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് എസ് പോളിയസ്റ്റർ ആൻഡ് നൈലോൺ ഹെൽപ്പ് ടു മേക്ക് ക്ലോതിങ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ പോളിയസ്റ്റർ, നൈലോൺ തുടങ്ങിയ ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഉപയോഗം കൂടുതൽ കാലം നിലനിൽക്കുന്നതായും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. അപ്പോൾ പോളിയസ്റ്റർ, നൈലോണൊക്കെ കൊണ്ടുണ്ടായ ഗുണം എന്താണ്? കൂടുതൽ ഡ്യൂറബിൾ ആണ്, അത് കുറേ കാലം നീണ്ടു നിൽക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതായത് വില കുറയാനും തുടങ്ങി. ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ ഫൈബർ, മറ്റേത് സിന്തറ്റിക് ഫൈബർ. നാച്ചുറൽ ഫൈബർ ഫ്രം ആനിമൽസ് നമുക്ക് ലഭിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് വൂൾ ഇസ് പ്രൊഡ്യൂസ് ഫ്രം ഷീപ്പ്. അപ്പോൾ ചെമ്മരിയാടിൽ നിന്നാണ് നമുക്ക് കമ്പിളി നാര് അഥവാ വൂള് കിട്ടുന്നത്. സിൽക്ക് ഈസ് പ്രൊഡ്യൂസ് ഫ്രം സിൽക്ക് വർംസ്, അതായത് പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് നമുക്ക് പട്ടിൻ്റെ നാര് ലഭിക്കുന്നത്. പിന്നെ പ്ലാന്റ്സ് ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ്. നമ്മൾ മുകളിൽ വായിച്ചു, കോട്ടൺ ആൻഡ് ജൂട്ട് ഒക്കെ കിട്ടുന്നത് കോട്ടൺ പ്ലാന്റിൽ നിന്നും ജൂട്ട് പ്ലാന്റിൽ നിന്നുമാണ്. സിന്തറ്റിക് ഫൈബർ ആണെങ്കിലോ, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. അപ്പോൾ ഈ നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ പൊതുവേ ചിലവ് കുറവാണ് ഈ എന്താണ് പറയുക നമ്മുടെ സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഓൾസോ ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് റിങ്കിളിങ് ക്വിക്ലി. റിങ്കിൾ ആവാന്ന് വെച്ചാൽ ചുളിഞ്ഞു പോവുക. പോളിയസ്റ്ററിൻ്റെ ഒക്കെ പെട്ടെന്നൊന്നും ചുളിഞ്ഞു പോകില്ല അല്ലേ. അതുപോലെ തന്നെ ഈ സിന്തറ്റിക് ഫൈബേഴ്സ് വെച്ചുണ്ടാക്കുന്ന തുണികളിൽ ചുളിവ് ഉണ്ടാവുന്നത് കുറവാണ്. എവിടെ നിന്നാണ് സിന്തറ്റിക് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കൾ അഥവാ കെമിക്കൽസിൽ നിന്ന്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? polyester, nylon, rayon, etc. Okay. Complete the table by finding the organisms and plants from which natural fibers are produced. അപ്പോൾ നമ്മൾ നോക്കി, വൂള് ഷീപ്പിൽ നിന്നാണ് വരുന്നത്, സിൽക്ക് ഫ്രം സിൽക്ക് വാം, കോട്ടൺ ഫ്രം കോട്ടൺ പ്ലാന്റ്, ജൂട്ട് ഫ്രം ജൂട്ട് പ്ലാന്റ്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. അപ്പം വസ്ത്രങ്ങളിലെ വൈവിധ്യം. ഡോണ്ട് വി വെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത് ദാറ്റ് സൂട്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്. ആർ ദ ഡിഫറൻസസ് ഇൻ ക്ലോത്തിങ് ഓൺലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്. അപ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ നമ്മൾ അതിന് പറ്റിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഇടുന്ന ക്ലോത്ത്സും വ്യത്യസ്തമാക്കുന്നത്. അല്ലേ, നമ്മൾ ഓരോ സാഹചര്യത്തിൽ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടാവും പോവുക, വീട്ടിലിരിക്കുമ്പോൾ വേറെ ക്ലോത്ത്സ് ആയിരിക്കും, പുറത്ത് പോകുമ്പോൾ വേറെ ക്ലോത്ത്സ് ആയിരിക്കും, കല്യാണത്തിന് പോകുമ്പോൾ വേറെ ക്ലോത്ത്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പല പല സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ മാറ്റാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ നോക്കുക, എല്ലാവരും പെട്ടെന്ന് നോക്കുക. ഒരു മഞ്ഞിൽ കളിക്കുന്ന 2 കുട്ടികളുണ്ട്, പിന്നെ ഒരു വക്കീലുണ്ട്, ഒരു പോലീസ് ഓഫീസർ, പിന്നെ ഒരു മാസ്കും ഒരു PPE കിറ്റ്, അതായത് ബാക്ടീരിയ ജേംസ് ഒന്നും വരാണ്ടിരിക്കാനുള്ള ഒരു ഫുൾ കവറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ഒരാളുണ്ട്, ഒരു ഡോക്ടറുണ്ട്, പിന്നെ മഴയത്ത് റെയിൻ കോട്ട് ഇട്ട് നടക്കുന്ന 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇതിൽ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഏതാണ്? ഒന്ന് റെയിൻ കോട്ടും, പിന്നെ ആ മഞ്ഞിൽ കളിക്കുന്ന കുട്ടികൾ എന്താ ഫുൾ സ്വെറ്ററും ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ്, ഗ്ലവ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്. പിന്നെന്താ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആരാണ്? 4-മത്തേതാണ് അല്ലേ. അതായത് കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പോയ എല്ലാവരെയും കാണുക അല്ലേ. അപ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മറ്റൊരു ആളിൽ നിന്ന് ജേംസോ ബാക്ടീരിയ നമ്മളിൽ നിന്ന് വന്ന് നമുക്കത് പകരാതിരിക്കാൻ വേണ്ടി, രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. പിന്നെ അധികാരം അഥവാ പദവി, അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് ആരാ? പോലീസ് ഓഫീസേഴ്സ് അല്ലേ. പോലീസ് ഓഫീസറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിഫോമിൽ ഒരു സ്റ്റാർ, 2 സ്റ്റാർ, സ്റ്റാർ മാറും, അവരുടെ
യൂണിഫോം മാറുമല്ലേ അവരുടെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, അതായത് തൊഴിലിനനുസരിച്ച് വക്കീലും ഡോക്ടറൊക്കെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പോലീസ് ഓഫീസർ എന്തുകൊണ്ട് എംപ്ലോയ്മെന്റിൽ വന്നില്ല എന്ന് ചോദിക്കാം. പോലീസ് ഓഫീസറിന്റെ യൂണിഫോമിൽ പദവിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വക്കീലിന്റെയോ ഡോക്ടറിന്റെയോ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് കോട്ടും വൈറ്റ് കോട്ടൊക്കെയാണ് കാണുന്നത്. ക്ലൈമറ്റ്, കസ്റ്റംസ്, പൊസിഷൻസ് ഓഫ് പവർ, എംപ്ലോയ്മെന്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ്. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ, കസ്റ്റംസ് അഥവാ ആചാരം, പൊസിഷൻസ് ഓഫ് പവർ അതായത് അധികാര സ്ഥാനങ്ങൾ, എംപ്ലോയ്മെന്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസസ് അതായത് പ്രാദേശിക വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ വ്യത്യാസങ്ങൾ. ഇതൊക്കെ നമ്മുടെ വസ്ത്രധാരണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും അഥവാ സ്വാധീനിക്കും. ദിസ് വെറൈറ്റി ക്യാൻ ബി സീൻ ഓൺലി ഇൻ ദ ക്ലോതിങ് ബട്ട് ഓൾസോ ഇൻ ജ്വല്ലറി, ഹാറ്റ്സ് ആൻഡ് ഫുട്വെയർ. അപ്പോൾ ഈ വസ്ത്രത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ ധരിക്കുന്ന ജ്വല്ലറി, ആഭരണങ്ങൾ, തൊപ്പി, ചെരുപ്പ്, ഇതിലൊക്കെ ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. Nowadays, a lot of diversities and similarities can be seen in clothing and style of dressing. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും നമുക്ക് വ്യത്യാസങ്ങളും കാണാൻ പറ്റും, കോമൺ ആയിട്ടുള്ള സമാനമായ കാര്യങ്ങളും കാണാൻ പറ്റും അല്ലേ. മോസ്റ്റ് ഓഫ് us ചൂസ് ക്ലോതിങ് സൂട്ടബിൾ ഫോർ ക്ലൈമറ്റ് ആൻഡ് കംഫർട്ട് ഫോർ കൺവീനിയൻസ്. അതായത് നമ്മൾ നമ്മുടെ കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണല്ലേ നമ്മൾ പലരും. Another area where diversity in clothing can be seen is in the field of arts. അപ്പോൾ വേറെ വസ്ത്ര വൈവിധ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കലാരംഗം. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിൽ തന്നെ പല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണാം. ഒന്നാമത്തേത് എന്താണ്? കഥകളിയാണ്. രണ്ടാമത്തേത് തെയ്യം, പിന്നെ മോഹിനിയാട്ടം കാണാം, കേരള നടനം. അവിടെയുള്ള മോഹിനിയാട്ടം കേരള നടനത്തിന് തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിൽ വ്യത്യാസം കാണാം. പിന്നെ ഒപ്പനയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വ്യത്യാസമാണ്. ചവിട്ട് നാടകത്തിലും നമുക്ക് വ്യത്യാസം കാണാം അല്ലേ, ഓരോ വസ്ത്രധാരണത്തിലും. അപ്പോൾ ഈ ബോക്സിൻ്റെതാണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്, സൈഡിൽ എഴുതിയിട്ടുണ്ട് ഓരോന്ന് എന്താണ്. ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ് അടുത്ത ടോപ്പിക്കാണ്, വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ. അപ്പം എന്താണ് കൊടുത്തിരിക്കുന്നത്? ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്. ഓക്കെ. ശ്രീ പത്മനാഭ ദോസ വഞ്ചിബാല മാർത്താണ്ഡവർമ്മ കലശേഖര കിരീടപതി മന്നെ സുൽത്താൻ മഹാരാജരാജെ ഭാഗ്യോദയ രാമരാജ ബഹാദർ ഷാംഷേർ ജംഗ മഹാചാര അവർകൾ സകലമാന പെക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. ഒരു വിളംബരമാണ്. ഓക്കെ. എന്താ പറയുന്നത്? ചാനാട്ടി കളിയുടെ മേലിൽ ശീല സംഗതിയെക്കുറിച്ച് ഒരു മകരമാസം ചെയ്തിട്ടുള്ള വിളംബരത്തിലെ നിബന്ധനകളെ കൊണ്ട് സങ്കടമുള്ളതായി നാം അറിവാൻ ഇടവന്നിരിക്കൊണ്ടും എല്ലാ ആളുകൾക്കും സങ്കടം കൂടാതെ ആകുന്നിടത്തോളവും നടത്തിക്കണമെന്ന് നമുക്ക് വളരെ മനസ്സിലായിരിക്കൊണ്ടും ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. എന്തെന്നാൽ, അതായത് അപ്പോൾ ചില വസ്ത്രധാരണത്തിലെ നിബന്ധനകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾക്ക് ഇതിടാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എന്താണ്, കുറേ ആൾക്കാർക്ക് അത് സങ്കടം ഉണ്ടാക്കി. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വിളംബരം നടത്തുകയാണ്. എന്താണ്? ക്രിസ്തു മതത്തിൽ ചെന്നിരിക്കുന്ന ചാന്നാട്ടികളെ പോലെ ശേഷം ചാന്നാട്ടികളും കുപ്പായം ഇട്ടുകൊള്ളുകയോ മുക്കുവത്തികളെ പോലെ എല്ലാ മതത്തിൽ ഉള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറവ് ഏതു വിധത്തിലെങ്കിലും മറിച്ചുകൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധമില്ല. ഓക്കെ. അപ്പം എന്താ പറയുന്നത്? അതായത് ഈ ഒരു വിഭാഗത്തിലെ ആൾക്കാർക്ക് വസ്ത്രം ധരിക്കാനും തൻ്റെ മറിക്കാനും ഉള്ളൊരു അവകാശം, അതായത് നമുക്ക് വിരോധമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്നാണ് പറയുന്നത് ഈ വിളംബരത്തിൽ. ഓക്കെ. ദിസ് ഇസ് എ പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത്. ആ ഒരു ടൈമിൽ എന്താ സംഭവിക്കുന്നത്? തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ പറയുന്നത്? ഗ്രാന്റിംഗ് ദ റൈറ്റ് ടു വുമൻ
of the so-called lower caste of southern Kerala to wear the upper clothes. അപ്പോൾ തെക്കൻ കേരളത്തിലെ ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിക്കുകയാണ് 1859 എന്ന വർഷത്തിൽ ആര് ഉത്രം തിരുനാൾ. ഓക്കെ, what do you understand from this proclamation? ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? This proclamation reveals that the caste system existed at that time prevented certain sections of the people from wearing clothes as they wish. അന്ന് നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം പറയുന്നത്. ഓക്കെ, അടുത്തത് Travancore. Travancore was a princely state in British India comprising most of southern Kerala, a small part of central Kerala and Kanyakumari district, which is now a part of Tamil Nadu. അപ്പം തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. The Travancore state expanded during the reign of Aniram Tirunal Marthandavarma in mid-18th century. With the formation of the state of Kerala in 1956, this princely state became a part of Kerala. അപ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്താ പറയുന്നത് ഇതുണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത്. 1956 കേരളം സംസ്ഥാന രൂപീകരണത്തോടെ, അതായത് കേരളം ഒരു സംസ്ഥാനമായി മാറിയതോടെ ഈ ഒരു നാട്ടുരാജ്യം കേരളത്തിന്റെ ഭാഗമായി മാറുകയാണ്. Upper cloth agitation. During the early 19th century, a certain section of the women in southern Travancore made a protest for the right to cover the upper part of their body. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ തെക്കൻ തിരുവിതാംകൂറിലെ കുറച്ച് സ്ത്രീകൾ മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയൊരു സമരമാണ് മേൽമുണ്ട് സമരം. എന്താണത്? right to cover the upper part of their body. At that time, only women who were said to belong to the upper caste had the right to wear the upper clothes as they wished. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പണ്ട് ഈ ഉയർന്ന ജാതിയിൽ പെട്ടവരെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴ്ന്ന ജാതിക്കാരായിട്ട് കരുതപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽ ജാതിക്കാരുടെ മുന്നിൽ മാറി മറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ അവർ ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളുടെ മുമ്പിൽ മാറൊന്നും മറയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പർ ബോഡി കവർ ചെയ്യാൻ പാടില്ലായിരുന്നു. ദിസ് പ്രൊട്ടസ്റ്റ് ഇസ് നോൺ ആസ് ദ ഹിസ്റ്ററി ആസ് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ. അപ്പോൾ ചരിത്രത്തിൽ ഈ ഒരു സമരത്തിനെ അറിയപ്പെടുന്നത് മേൽമുണ്ട് സമരം എന്നാണ്. ഓക്കെ, ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് എജിറ്റേഷൻ. അപ്പം വസ്ത്രം ഒരു സമരത്തിന്റെ ആയുധമാക്കി മാറ്റുകയാണ്. Cloth has been used in the past as a weapon against various forms of exploitation. One of the most important among them was the struggle led by Mahatma Gandhi in India's freedom movement. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരത്തിന്റെ ആയുധമായിട്ട് വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. Gandhiji made khadi, charka and boycott of foreign goods as a part of the freedom struggle. അപ്പോൾ മഹാത്മാഗാന്ധി എന്താണ് ഉണ്ടാക്കുന്നത്? ഖാദി ഉണ്ടാക്കി, ചർക്ക, പിന്നെ വിദേശ വസ്ത്രത്തിന്റെ ബഹിഷ്കരണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമാക്കി. ഓക്കെ, ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ദ ചർക്ക. അപ്പോൾ ഗാന്ധിജി എന്താണ് പ്രോത്സാഹിപ്പിച്ചത്? ചർക്ക ഇങ്ങനെ കറക്കി ഉണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഹി എക്സോർട്ടഡ് പീപ്പിൾ ടു വെയർ ഖാദി ക്ലോത്ത്സ്. അപ്പോൾ ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് പറയുണ്ടായി. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വെയറിംഗ് ഇൻഡിജീനിയസ് ക്ലോത്ത്സ്. അപ്പോൾ ഇത്തരത്തില് സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിക്കുക, ഇൻഡിജീനിയസ് ക്ലോത്ത്സ്, അതായത് സ്വന്തം നാട്ടിലെ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ധരിക്കുക, മറ്റ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വേണ്ടാന്ന് പറയുക. ഗാന്ധിജി ചർക്കയിൽ സ്പിൻ ചെയ്യുന്ന ഈ ഫോട്ടോ നിങ്ങൾ പലയിടത്തായി കണ്ടിട്ടുണ്ടാവും. ഈ സാധനമാണ് ചർക്ക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പീപ്പിൾ ബോയ്കോട്ടിങ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ എന്താണ്? വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിച്ച് കത്തിച്ച് നശിപ്പിക്കുകയാണ്. Gandhiji turned the freedom struggle into a mass movement by making clothes as a weapon of struggle. Charka became a symbol of the Swadeshi movement in Indian freedom struggle. Wearing khadi clothes and khadi caps became a symbol of patriotism.
വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരത്തിന്റെ ആയുധമാക്കിക്കൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഒരു ഫ്രീഡം സ്ട്രഗിൾ ആയി ഒരു വലിയൊരു മാസ് മൂവ്മെന്റ് ആക്കി, അതായത് കുറേ ജനങ്ങൾ കൂടിച്ചേർന്നൊരു പ്രക്ഷോഭമാക്കി മാറ്റി. ചർക്ക became a symbol of the സ്വദേശി മൂവ്മെന്റ്. അപ്പൊ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രതീകമായിട്ട് ചർക്ക മാറി. ഓക്കെ, wearing khadi clothes and khadi caps became a symbol of patriotism. അപ്പോൾ ഒരു ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി ഈ ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ഒക്കെ. The Swadeshi movement. The Swadeshi movement was started on 7th August 1905 as a part of India's freedom struggle. Its aim was to boycott the British made goods and to promote the production and use of Indian made goods. August 7, which marked the beginning of Swadeshi movement, has been observed as National Handloom Day in India since 2015. അപ്പോൾ ഇത് എക്സ്ട്രാ റീഡിംഗ് ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്, അതായത് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ ഇതിന്റെ എയിം എന്തായിരുന്നു, ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വസ്തുക്കൾ ഉപേക്ഷിക്കുക, ഇന്ത്യക്കാർ നിർമ്മിച്ച വസ്തുക്കൾ നമ്മൾ സ്വീകരിച്ച് അത് ഉപയോഗിക്കുക, അത് ഉണ്ടാക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം 7th ഓഗസ്റ്റ് നമ്മൾ എന്തായിട്ടാണ് ആചരിച്ചു വരുന്നത്, ദേശീയ കൈത്തറി ദിനം അഥവാ നാഷണൽ ഹാൻഡ്ലൂം ഡേ. അതായത് 2015 തൊട്ട് ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത്. The Khadi movement. The Khadi movement was started in India in 1918 under the leadership of Gandhiji. Khadi was a distinctive place in the history of India's freedom struggle. As the Khadi movement gained momentum, the sound of charkha rose from Indian villages. Then the Khadi clothing spread all over India. In 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആ ഒരു ടൈമിൽ ഖാദിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയരാൻ തുടങ്ങി. അപ്പോൾ ഖാദി വസ്ത്രത്തിന്റെ ഒരു പ്രചാരം ഇന്ത്യ മുഴുവൻ വ്യാപിക്കാനും തുടങ്ങി. ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ ട്രെൻഡ്സ് എന്താണ്? ഡു യു ലൈക്ക് ടു വെയർ ദ സെയിം ടൈപ്സ് ഓഫ് ക്ലോത്ത് ഓൾ ദ ടൈം? ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? വാട്ട് ആർ യുവർ പ്രിഫറൻസസ് ഇൻ ഡ്രസ്സിങ്? വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളാണുള്ളത്? അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് ഇഷ്ടം, എന്ത് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ പിക്ചേഴ്സ് കാണാം. സാരി കാണാം, സൂട്ട് കാണാം, പാൻറ്റും ഷർട്ടും കാണാം, സൽവാർ സൂട്ട് കാണാം, ചുരിദാർ കാണാം, ഹീൽസ്, ഷൂസിൽ തന്നെ പല ഷൂസ് കാണാം. ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡേ ബൈ ഡേ, not only in the methods of manufacturing but also in the design, style and use of clothing. അപ്പോൾ വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, അതുണ്ടാക്കുന്ന അതിലെ ഡിസൈൻസും അതിലെ സ്റ്റൈലും അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പേഴ്സണൽ പ്രിഫറൻസസ്, ഇൻട്രസ്റ്റ് ആൻഡ് കൺവീനിയൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ടുഡേയ്സ് ക്ലോത്തിങ്. അപ്പോൾ ഇന്നത്തെ വസ്ത്രധാരണത്തിനെ ശക്തമായി സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പേഴ്സണൽ പ്രിഫറൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഇടുക. വ്യക്തിപരമായ മുൻഗണന, ഇൻട്രസ്റ്റ്, പിന്നെ തൻ്റെ താല്പര്യങ്ങൾ, കൺവീനിയൻസ് അഥവാ സൗകര്യം പോലെ അല്ലേ. ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഇൻ ക്ലോത്തിങ് ഓൾസോ അലോങ് വിത്ത് ചേഞ്ച് ഇൻ ബ്യൂട്ടി കോൺസെപ്റ്റ്. അപ്പോൾ സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് വേഷധാരണത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അഡ്വർടൈസ്മെന്റ്സ്, മൂവീസ്, സോഷ്യൽ മീഡിയ എക്സെട്ര ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. അപ്പോൾ പരസ്യങ്ങൾ, സിനിമകൾ, സോഷ്യൽ മീഡിയ ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട്. A lot of employment opportunities are opening up today in the fields like fashion designing and embroidery. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്ന് ഇടുന്നുണ്ട്. Today, fashion designing has grown into a field of study with immense employment potential. ഇന്ന് ഫാഷൻ ഡിസൈനിങ് ഒരു വലിയ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലയായിട്ട് വളർന്നിരിക്കുകയാണ്. Let's see what are the employment sectors in cloth manufacturing sector. അപ്പോൾ വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് എന്താണ്? വീവിങ് അല്ലേ, നമ്മൾ നോക്കി. നെയ്ത്ത്, പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻ, അതായത് വസ്ത്രാലങ്കാരം, ഡിസൈനേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ സൂയിങ് അഥവാ തുന്നൽ, തയ്യൽ, എംബ്രോയിഡറി, പിന്നെ ഡിസൈനിങ്, പിന്നെ ഡൈയിങ് അതായത് ചായം മുക്കൽ, പിന്നെ സ്പിന്നിങ് നൂലുണ്ടാക്കുന്നത് അല്ലേ. ഇതൊക്കെ ഓരോരോ തൊഴിൽ സാധ്യതകളാണ്.
ഇനി ഹൗ ക്യാൻ വി കൺവേർട്ട് യൂസ്ഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലോതിങ് ഇൻടു യൂസ്ഫുൾ മെറ്റീരിയൽ? ഉപയോഗിച്ചതും ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം? ബാഗ് ഉണ്ടാക്കാം, കാർപ്പറ്റ് ഉണ്ടാക്കാം, പില്ലു കവർ ഉണ്ടാക്കാം, ഹെയർ ബാൻഡ്, സ്ക്രഞ്ചി പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം, ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം, ഹാൻഡിക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ അധികം ഉപയോഗിച്ചിട്ടില്ല, 1-2 തവണ ഇട്ടിട്ടുള്ളൂ, കേടായിട്ടൊന്നുമില്ല, നമുക്കത് മറ്റ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലേ. ടാലൻസ് ഓഫ് ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വിത്ത് കാർപ്പറ്റ്സ് മെയ്ഡ് ഫ്രം സ്ക്രാപ്പ് ക്ലോത്ത്സ്. അപ്പം പാഴ്വസ്തുക്കൾ കൊണ്ട് പരവതാനി ആയിട്ട് ഉണ്ടാക്കിയ പ്രതിഭകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിത്ത് എ പ്രൊജക്ട് ടു മേക്ക് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ഓൾഡ് ക്ലോതിങ്. പഴയ വസ്ത്രങ്ങൾ കൊണ്ട് ഹാൻഡിക്രാഫ്റ്റ് കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വക അങ്ങനെ ഒരു പരിപാടി. വടകര മുനിസിപ്പൽ കോർപ്പറേഷൻ വിത്ത് പ്രൊജക്ട് ഗിവ് us sarees will give you bags. സാരി കൊണ്ട്, അതായത് സാരി തരൂ സഞ്ചി തരാം എന്ന പദ്ധതിയുമായിട്ട് വടകര നഗരസഭ. വോളണ്ടറി ഓർഗനൈസേഷൻസ് വിത്ത് മിഷൻ ടു കളക്ട് ക്ലോതിങ് ഫോർ റിലീഫ് ക്യാമ്പ്സ്. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രത്തിന് നമ്മൾ കൊടുക്കാനുള്ള സംഘടനകളും. അപ്പോൾ ഇപ്പോൾ വയനാട്ടിലെ സ്ഥിതിയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം നമ്മളും ചെയ്യണം. നിങ്ങൾക്ക് വളരെ പഴകിയ ക്ലോത്ത്സ് ഒന്നും കൊടുക്കാണ്ടിരിക്കാം, പറ്റുമെങ്കിൽ പുതിയ ക്ലോത്ത്സ് തന്നെ വാങ്ങിയിരിക്കാം. കാരണം അവരും മനുഷ്യന്മാരാണ്, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവർക്ക് പഴയ വസ്ത്രങ്ങൾ ധരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ വിഷമമുണ്ടാവും. അപ്പോൾ പറ്റുന്നവർ കൊടുക്കുക, കീറി പറഞ്ഞൊന്നും കൊടുക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ധനസമ്പന്നമായിട്ടോ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ ഗിവൻ ഹെഡ്ലൈൻസ് ടു യൂസ് ഓൾ ദ ക്ലോത്ത്സ് യു ബൈ. നിങ്ങൾ വാങ്ങുന്ന വസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ടോ? ഹാവ് യു ട്രൈഡ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് ഫ്രം യൂസ്ഡ് ക്ലോത്ത്സ്? അപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ടുഡേ ടൺ ഓഫ് ക്ലോത്ത്സ് ആർ ത്രോൺ അവേ ഓൾ അറൗണ്ട് ദ വേൾഡ്. ഇന്ന് ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. ദിസ് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ എൻവയോൺമെന്റ്. ഇത് പ്രകൃതിക്ക് വളരെ മോശം രീതിയിൽ നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. ദ വോളിയം ഓഫ് അൺയൂസ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ക്ലോത്ത്സ് ഈസ് ഇൻക്രീസിങ് ഇൻ അവർ കൺട്രി. അപ്പോൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്തുക്കളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വീണ്ടും ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാം. അപ്പോൾ എന്താ നോക്കുക, ഒരു ആൾക്കാർ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സാണ്. ക്രാഫ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന കാർപ്പറ്റ്സ്, ഇങ്ങനെ ഡ്രീം ക്യാച്ചർ, കുഞ്ഞി ഇങ്ങനെ പെൻ ഹോൾഡർ, ക്ലോത്ത്സ്, സ്കേർട്സ് ഒക്കെ ഇവർ ഈ ഉടുപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെന്താണ് പാവാട ഉണ്ടാക്കി മാറ്റിയല്ലേ. ക്യാൻ വി ഓൾസോ മേക്ക് സച്ച് ക്രാഫ്റ്റ് പ്രൊഡക്ട്സ്? നിങ്ങൾക്കും അങ്ങനത്തെ ക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇഫ് യു ഒബ്സർവ് ദ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഓഫ് ക്ലോതിങ് വി കൻ സീ ദാറ്റ് ഇൻ ഏർലി ഡേയ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വാസ് ഗിവൻ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് ആൾക്കാർ ക്ലോത്ത്സ് ഉപയോഗിച്ചിരുന്നത്. ഫോളോയിങ് ദാറ്റ് ദ ജോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ്ഡ് മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് ദ സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്. അതിനുശേഷം കാലാവസ്ഥയും അവിടുത്തെ ഒരു തണുപ്പും അവിടുത്തെ ജിയോഗ്രഫിയും ഒക്കെ എന്താണ് നമ്മുടെ വസ്ത്രധാരണത്തെ സ്വാധീനിച്ചു. ചേഞ്ചിങ് ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഇൻഫ്ലുവൻസ് ദ സ്റ്റൈൽ ഓഫ് കണ്ടംപററി ക്ലോത്തിങ്സ്. അപ്പോൾ മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും പിന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ ഇന്നത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഡോണ്ട് വി ഫീൽ മോർ പ്രൗഡ് ആൻഡ് കോൺഫിഡൻറ്റ് വെൻ വി വെയർ എ ഫേവറേറ്റ് ക്ലോത്ത്? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഉടുപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം അഭിമാനമൊക്കെ തോന്നാറുണ്ട് അല്ലേ. ക്ലോത്തിങ് വിച്ച് ഇസ് വൺ ഓഫ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. വി ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് സച്ച് ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് വസ്ത്രം. അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം. പറ്റുന്ന